എൻ്റെ ജീവിതത്തിലും മാറ്റം വേണം. പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരെ നന്നാക്കാനാണ് ഈ ഓട്ടം മുഴുവൻ, അല്ലേ? മിക്കവാറും ശ്രദ്ധിച്ചോളൂ, നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശരിയാക്കാനാണ്. നീ 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 ശരിയല്ല, നീ പണ്ടേ ശരിയല്ല, അല്ലേ? ഇങ്ങനെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മുടെ വീട്ടിലെ എല്ലാ തകർച്ചകളെ എണ്ണിപ്പെടുക്കുന്ന ആ സ്വഭാവം മാറ്റണം. നാള് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ കേൾക്കും, അച്ഛൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു ഉപദേശിക്കണം? കാര്യമുണ്ട് അച്ഛാ, ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇവക്കറിയാമല്ലോ, അതനുസരിച്ച് അവള് പെരുമാറണ്ടേ അച്ഛാ. അവള് പെരുമാറുന്നില്ല അച്ഛാ, അച്ഛൻ അവളെ ഉപദേശിച്ച് ശരിയാക്കണം. കേട്ടോ? ആർക്കാ ദേഷ്യം? കേട്ടില്ലേ? ഒന്നും കൂടെ പറയാം. ഭർത്താവ് പറയാണ്, അച്ഛാ എൻ്റെ ഭാര്യ, അവളെ ഉപദേശിച്ച് ശരിയാക്കണം, കാരണം ഞാൻ ദേഷ്യക്കാരനാണെന്ന് അവക്കറിയാമല്ലോ, അതനുസരിച്ച് അവള് പെരുമാറണ്ട, അവള് പെരുമാറുന്നില്ല അച്ഛാ, അവളെ ഉപദേശിച്ച് ശരിയാക്കണം. ആർക്കാ ദേഷ്യം? പറയൂ. അപ്പൊ ആർക്കാ മാറ്റം വേണ്ടത്? ഭാര്യയ്ക്കോ? കൊള്ളാം, തൃശ്ശൂരുകാരിങ്ങനെ ഇരുന്നു. ദേഷ്യമുള്ളത് ആർക്കാ? അപ്പൊ അയ്യാക്കല്ലേ മാറ്റം വേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടനല്ലേ ദേഷ്യം, അപ്പൊ ചേട്ടനല്ലേ ഈ സ്വഭാവം ഒന്ന് മാറ്റേണ്ടത്. ആ പുള്ളി എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അച്ഛൻ ഇന്ന വീട്ടുപേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെയാ ഞാൻ. അച്ഛാ, ഞങ്ങള് പാരമ്പര്യമായിട്ട് ദേഷ്യം